ചെറുപ്പത്തിൽ ഞാൻ വലിയൊരു തെണ്ടിയായിരുന്നു കേട്ടോ. കുട്ടികളും മക്കളൊക്കെ ചോറിനിട്ട് ഉച്ചയ്ക്ക് കിടന്നുറങ്ങുന്ന നേരത്തെ സൈക്കിൾ എടുത്തുകൊണ്ട് ഞാൻ നാട് മൊത്തം തെണ്ടാൻ ഇറങ്ങും. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ മട്ടലും അടക്കിയും കൊണ്ട് അമ്മ നല്ല തല്ലും തല്ലാറുണ്ടായിരുന്നു. തല്ലി മടുത്തപ്പോൾ അമ്മ തല്ല് നിർത്തി. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ തെണ്ടൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അവിടെയായിരുന്നു എൻ്റെ വിജയത്തിന്റെ തുടക്കം. ആ നാട്ടിൽ തന്നെ പെൺകുട്ടികളിൽ സർട്ടിഫൈഡ് തെണ്ടിയായിട്ട് എൻ്റെ വീട്ടുകാർ എന്നെ അങ്ങോട്ട് എഴുതി തന്നു. അതുകൊണ്ട് ഇപ്പം എന്താ ഉണ്ടായിച്ചാല് എൻ്റെ വീട്ടുകാർക്ക് ഇപ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല. ഞാൻ എവിടെ തെണ്ടി തിരിഞ്ഞ് നടന്നാലും ഞാൻ അങ്ങനെയാണ് അവരെ പാകപ്പെടുത്തി വളർത്തിയെടുത്തത്. കമ്മിങ് ടു ദ പോയിന്റ്. വളർന്നപ്പോൾ തെണ്ടലും എൻ്റെ കൂടെ വളർന്നു. മുണ്ടർമ്പ് അങ്ങാടിയിലും കോട്ടക്കലും പരിസരത്തൊക്കെ തെണ്ടിക്കൊണ്ടിരുന്ന ഞാനിപ്പോൾ യൂറോപ്പിലാണ് തെണ്ടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ രാജ്യം സ്പെയിനാണ്. സ്പെയിനിൽ നമ്മൾ ബാഴ്സലോണയിലും മെഡ്രിഡിലും പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം മെഡ്രിഡാണ് പോയത്. മെഡ്രിഡിൽ ഒരു അത്യാവശ്യം ദിവസം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. എംബാപ്പേന്റെ കളി, ബെർണബു സ്റ്റേഡിയം, അങ്ങനെ എല്ലാം കാണാൻ പറ്റി. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെലവഴിച്ചത് ഭക്ഷണത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചു. നമ്മളെ നാട്ടിലത്തെ ഇറച്ചിച്ചോറ് പോലത്തെ ഒരു സംഭവമാണ് അവിടുത്തെ പ്രധാന വിഭവം. പായ എന്ന് പറയും ഈ സാധനം. അത് നല്ലോണം കഴിച്ചിട്ടുണ്ട്. അല്ലാണ്ടും കുറേ കഴിച്ചിട്ടുണ്ട്. കാരണം പൈസ അങ്ങോട്ട് വാരി എറിയായിരുന്നു. ഇവൻ അത് യൂറോപ്പ് ആണെങ്കിൽ കൂടിയിട്ടും. കാരണം എന്താ വെച്ചാൽ നാളെ പറ്റി ചിന്തിക്കാണ്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് രാജാവിനെ പോലെ അങ്ങോട്ട് ജീവിക്കും. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ഈ തുണി മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പം എനിക്ക് ഹരം അവിടുത്തെ ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യാനാണ്. കാരണം അതിനൊക്കെ പല പല രുചിയും പല പല സംഭവങ്ങളും അവിടുത്തെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. നമുക്കിങ്ങനെ ഭയങ്കര ഒരു സന്തോഷം തോന്നും. ഈ ഒലീവ്സ് ഒക്കെ കഴിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് മതിയായിട്ടുണ്ടായിരുന്നില്ല. മെഡ്രിഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ഭക്ഷണവും ആൾക്കാരും അവരുടെ എന്താ പറയുക സംസാരവും വസ്ത്രധാരണവും എന്ന് വേണ്ട അവിടുത്തെ ബിൽഡിങ്സും ഒക്കെ ഭയങ്കര രസമാണ്. അപ്പം ഇനിയും ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് പോകാനുണ്ട്. ബാക്കി വിശേഷം അപ്പം കാണാം. ബൈ.